to our channel. ചെറുങ്ങനെ പർച്ചേസ് എല്ലാം സോറി റിയൽ സെന്ററിലൊക്കെ പൊട്ടൻ എന്തല്ലോ ചെറുതായിട്ട്. നാളെ പോന്ന ബാറ് വലുതായിക്കോണമെന്നുണ്ട്. ആദ്യമറിയോ ആസിഫിന്റെ സർപ്രൈസ് ആക്കി ഫ്ലോപ്പ് ആയിട്ടേക്കാണ് പോകുന്നുള്ളത്. അതെടുത്ത് നിങ്ങൾ ചെല്ല് ഇന്നത്തെ വീഡിയോ നോക്കിയും കറി. ഓൺലി 4 പേഴ്സൺ. അല്ല കുറച്ചങ്ങോട്ടും ഇങ്ങോട്ടും അതിനെങ്കിൽ പണിയാട്ടെ. വാ വാ ഇല്ല വാ ബ്ലോഗിന്റെ ആളല്ലോ. നമ്മൾ ചിരിക്കുന്നേ ഞാൻ കിടക്കുന്നത്. എത്ര പഠിക്കുന്ന ആസിഫല്ലേ 100 ആട് ചെല്ലിട്ട് തോപ്പിച്ചു നമ്മളെ റൂം. അങ്ങനെ റഷീച്ച റൂമിലേക്ക് എത്തിയിട്ട് അഭിപ്രായം മാറി. നല്ല റൂം അതോടെ നല്ലൊരു ബാൽക്കണി ഉണ്ട് ഗൈസ്. സോറി ഗൈസ്. അതാ നമുക്ക് ഇതില്ല മറ്റേ എവിടെയോ സംഭവം മറ്റേ ദേര പാർക്ക് ഹോട്ടലിന്റെ പുതിയ പേര് എന്താ റസിയ? സ്കൈ പാർക്കിന്റെ അവിടെ ഈ റൂം. എന്താണ് സംഭവം? വെൽക്കം ടു അവർ ചാനൽ. അത് ചെല്ലണ്ടേ വെൽക്കം ആക്കാത്തവർക്ക് ഓക്കെ നോ പ്രോബ്ലം. അപ്പോൾ ഇന്ന് നമ്മളോടൊപ്പം ഉള്ളത് റഷീദാന്റെ മോളാണ്. ഐ ചൂസ് സെല്ല. അപ്പോൾ നമ്മുടെ ഉള്ളത് ഇപ്പോൾ വ്യക്തമായിട്ടുണ്ടാവും. നമ്മ അന്ന് വന്നിട്ട് സർപ്രൈസ് ആക്കി പൊട്ടിട്ട് ആ റൂമിലേക്കാണ് ഇന്ന് വന്നിട്ടുള്ളത്. അപ്പോൾ ഇന്ന് നമ്മൾ ഓർമ്മിച്ച് ഇന്നത്തെ നമ്മൾ വ്ലോഗ് ഉണ്ടാവും ഇൻഷാല്ലാ. അപ്പോൾ നമ്മ എവിടെ പോകാനുള്ള പ്ലാൻ ഉണ്ട് കുറച്ച്. അതിപ്പോൾ കൺഫേം ആക്കിയിട്ട് നമ്മ പോകുന്നതായിരിക്കും. ഓക്കെ അത് ഇതാക്കിട്ട് പിടിച്ചിട്ട് ക്യൂട്ട് കേളാക്കാം. അതൊക്കെയത് വേറെ ക്യൂട്ടായിട്ടാ അല്ലാണ്ട് പിന്നെ ക്യൂട്ട് ഗോള് പോലെ പേരാൽ തിരിച്ചത് ക്യൂട്ടാക്കാൻ നോക്കി അപ്പൊ കട്ടാക്കി. അങ്ങനെയല്ലേ റഷീദാന്റെ വണ്ടിയുടെ അടുത്ത് പോകുന്നുണ്ട്. നിങ്ങൾ ഞങ്ങളെ ബ്ലോഗിൽ പെട്ടു. റഷീദാന്റെ മക്കളൊക്കെ പോകുന്നുണ്ട്. ഒരു പേര് അല്ല വണ്ടി ഒന്നെന്താ ഓർന്നിട്ടിട്ട് പോ. റഷീദാന്റെ വണ്ടിയിൽ പോന്നു. അപ്പൊ നമുക്ക് പോയിട്ടായിട്ട് നമുക്ക് ഇതാക്കാം. വീട്ടിലേക്ക് എത്തിന്ന് റഷീദ് കൊണ്ടുപോകുന്ന പ്ലാൻ ആക്കിട്ടാ. എനിക്ക് തോന്നുന്നു ഇന്ന് ഷിംസീനാക്കും നൂറാക്കും ഒരു എങ്ങനെ ഇഷ്ടപ്പെട്ട സ്ഥലമായിട്ടുണ്ടോ? ഞങ്ങൾക്ക് തന്നെ അറിയാലോ എടുക്കുന്നത്. ഞങ്ങൾ പൊളിച്ചിരിക്കുന്നു. ഞങ്ങൾ ഇപ്പൊ സിറ്റി സെന്ററിലേക്കാണ്. അജുമാൻ സിറ്റി സെന്ററിലൊക്കെ ദുബായിൽ
ഉൾറ ചേല് കൂടി ലൈറ്റ് വെളി വന്നിട്ടാകുമ്പോ ചേല് കൂടി അസിപ്പോ ഇത് യോറില്ല ഇത് നോക്ക് എന്ത് മണക്കുന്നില്ല ചെല്ലി കൊടുക്കേ ഇത് കാണിച്ചിട്ട് ഇതെന്ത് മണക്കുന്നുണ്ട് ഇത് മണപ്പിക്കുന്നുണ്ട് ശരി തന്നെ ഇത് സംഭവം എന്താ അറിയോ നമ്മ ഈ ഒരു സ്മെല്ല് എടുത്തിട്ട് അങ്ങനല്ല മണക്കാല അപ്പൊ ഇതൊക്കെ ഇടയില് മണപ്പിക്കണം അപ്പോഴാണ് ഇതിന്റെ യഥാർത്ഥ മണം കിട്ടുന്നത് അതിന് വേണ്ടിട്ടാണ് ഇത് സംഭവം വെക്കുന്നല്ല ആസിപ്പോ റഷീച്ച് ഇപ്പൊ ചൊല്ലി കൊടുത്ത ആസിഫിനോട് അത് നീ ബ്ലോഗിൽ റഷീച്ച ഫാമിലി ആ 100 മൂക്കിലൊക്കെ എടുത്തുണ്ട് കിട്ടില്ല പബ്ലിക്കിന്റെ വീഡിയോ എടുക്കാൻ കഴിയല്ല കുറെ എടുക്കാൻ എടുക്കാം പ്രശ്നമില്ല ഞാൻ അടുക്കുന്നുണ്ട് ആണല്ലോ നെയ്യ് ഞാൻ ചെറുങ്ങനെ ഐസ്ക്രീം എല്ലാം തോന്നിട്ട് നല്ല ഇവിടുന്ന് പോകുന്നുണ്ടാവാ പോകുന്നില്ലെങ്കിൽ ഇപ്പം നിസ്കരിച്ചിട്ട് മരുന്ന് ടൈമായി നിസ്കരിച്ചിട്ട് നമ്മൾ നേരെ മറ്റേ നമ്മൾ ആ പാർക്കിലേക്ക് പോകണം സർപ്രൈസ് പാർക്ക് എപ്പോൾ തേടുന്ന നിങ്ങളെ അപ്പോൾ നമ്മൾ ഇവിടെ കുറച്ച് നേരം സിറ്റി സെൻറ്റർ അജ്മാൻ സിറ്റി സെൻറ്ററിൽ കുറച്ച് നടന്ന് ഐസ്ക്രീമിലേക്ക് സെൻറ്ററിൽ പോയിട്ട് ചെറുങ്ങനെ പർച്ചേസ് എല്ലാം ആക്കിയിട്ട് സോറി റിയലി സെൻറ്ററിലൊക്കെ പൊട്ടൻ എന്തല്ലോ ചെറുതായിട്ട് അതല്ല കൈസ് നമ്മൾ സിറ്റി സെൻറ്ററിലൊക്കെ പോയിട്ട് ഞാനിപ്പോൾ റിട്ടേൺ പോകുന്നത് എന്തായാലും രണ്ടാമത്തെ നമ്മൾ അടുത്തേക്ക് പോകുന്നത് അടുത്തേക്ക് സൂക്ക് വന്നു പിന്നെ ഇല്ല നമുക്ക് ഓർക്കില്ല വലിയ ബ്ലോഗിലും താല്പര്യമല്ല പിന്നെ ഓരോ പൈസ ഇഷ്ടപ്പെട്ടിട്ട് ഞങ്ങൾ കൂടുതൽ വീഡിയോ അപ്ലോഡ് ആക്കിയിട്ടാണ് ഞങ്ങളൊരു തോന്നല് ഇല്ല എടുത്തില്ല മതി 10-12 മിനിറ്റ് മതി ഇനി പാടത്തേക്ക് പോകണം അപ്പം എത്ര വീഡിയോ ആവും അപ്പോൾ ഇൻഷാല്ലാ നമ്മൾ ഇന്ന് ഈ സമയം ഓൾറെഡി 7 മണി കഴിഞ്ഞു നിസ്കാരം കഴിഞ്ഞിട്ട് നമ്മൾ നല്ല അവിടെ പാർക്കിലേക്ക് പോകും ഇൻഷാല്ലാ അടുത്ത വിശേഷം എല്ലാം നമുക്ക് അവിടെ പോയിട്ട് അറിയാം ഓക്കെ സമ്പത്തി പിഗ്മി സൂക്ക് വന്നവ പിഗ്മി സൂലൊക്കെ എത്തിയാമോ ഇവിടെ എന്തെല്ലാം ഉണ്ട് എന്തെല്ലാം ഇല്ല എന്നുള്ളത് കാണിച്ചു തരാം ഇല്ലാത്ത കാണിക്കുന്നതിന് അത് പോകുന്നത് എനിക്ക് ബയ്യല്ലേ മനസ്സിലായി അപ്പോൾ ഇനി പോകുന്നതാ ഇതിൻ്റെ എൻട്രൻസിലേക്ക് എത്തിയാൽ കാണിച്ചു പിഗ്മി സൂ കുറച്ചെല്ലാം പോയിട്ടായിരുന്നു ഇവിടെ ക്യാഷ് കൗണ്ടർ എൻട്രി ഫീസ് 20 ഉറപ്പുണ്ടാവേ അഡൾട്ടിന് ചിൽഡ്രക്ക് ചെറിയ കിടകൾക്ക് 15 ദിർഹംസ് പമ്പ്രസെട്ടിന് ഒന്നും പ്രശ്നമില്ല ഇത് വിചാരിക്കുന്ന പോലെ കൊരങ്ങനെ കയറിയ പോലുണ്ട് ഞങ്ങക്ക് പേടിയാ നല്ല പാണ്ട് മാറാനാളില്ല ഫസ്റ്റ് കേറിട്ട് മഞ്ഞ കൊരങ്ങനെ കിട്ടിയല്ലേ
കൊരങ്ങന്മാർക്ക് കൊരങ്ങനെ കിട്ടി. ഫസ്റ്റ് തന്നെ പോയിട്ട് കോഴിക്കോട് പണ്ട് ആസിപ്പോ ഇതിന്റെ ഉള്ളിൽ AC ഉണ്ടാവും ചിലപ്പോ. പണ്ടല്ലേ ചെല്ല കോഴിക്കോട് എന്ത് ഈസിയാണ്. പഴഞ്ചേരിനെ അനർത്ഥമാക്കി AC ഫിറ്റ് ആക്കിനാ. ആഡംബര ലൈഫ്. കോഴിക്കൊന്നും മോശം. വെള്ളത്തിന് വെള്ളമുണ്ട്. എന്ത് വേണ്ടേ? മാപ്പിളമുണ്ട്. ഓള് മാപ്പിളവും ഇതിനാ റഷിച്ചെടുത്തിനാ. ഇത് ബാത്ത് ടബ്, ഇത് ബെഡ്റൂം, ഇത് കിച്ചണാന്നല്ലേ. ഇത് ബെഡ്റൂം, ഇത് ഹോള്, അത് ബാത്ത് ടബല്ലോ. കാല് പൊളിഞ്ഞാ തോന്നുന്നു. കാല് പൊളിഞ്ഞല്ല, അത് ഇവിടെ തുള്ളിയിട്ട് നടക്കാൻ സ്ഥലമില്ലായിരുന്നു. ഇത് ഈ ചക്കു ഉണ്ടാക്കുന്നേ. ചക്കു ആ ചൂളാക്കില് എന്താ ചക്കു എന്താ ചക്കു തെക്ക് നാട്ടിലല്ലേ നാട്ടിലൊന്നുമല്ലോ. രാത്രിയില്ല, രാത്രിയില്ല. അഞ്ചര പഠിച്ചു. നാട്ടില് സൂ അല്ലോ 5 പഠിച്ചില്ലേ. അതന്നെ ഇവർക്ക് ഉറക്കുണ്ടോ? തൊയ്ര്യം കിട്ടുന്നുണ്ടാവില്ല. ഈ ഓർ ഉറങ്ങുന്ന ടൈമിന് ഉറങ്ങാൻ കഴിയുന്നുണ്ടാവില്ല. സാലഡ് എല്ലാം ദുബൈലത്തെ സ്റ്റൈലായിട്ടുണ്ടാവും. ഉച്ചക്കടിക്കുന്നുണ്ടാവും അല്ലേ? ഉച്ചക്കടിക്കുന്നത് നമ്മളെ നാട്ടില് ആകെ കാണുന്ന സാധനം ഇതന്നെ. മയിലിന്റെ ഇത് പെണ്ണ്, ഇത് പെണ്ണ് ഇതാണ്. അതിന്റെ പീലിയെല്ലാം പോയി. അതിവിടെ ചൂട്ടില് പോയിനാടാ. അല്ലാന്ന് ഇവിടെ ഒരു കൂട്ടിലിട്ട പോലെ ഉണ്ടാവല്ലോ അവർക്ക്. ഒരു ഫ്രീ ഇട്ടുണ്ടോ അല്ലേ? എല്ലാ ഒക്കെ ജീവിക്കുന്നുള്ള. എന്റെ പേര് പ്ലംബിംഗ് പോതാ. കൊച്ചനലിനായി ബെട്ടിടോ വയസ്സമാർ. ലവ് ആക്കിയിട്ടുണ്ട്. ഇത് ഒക്കെ നിൽക്കുമ്പോ ലവ് പോലാന്ന് ചിഹ്നം നോക്കിക്കോ. രണ്ടൊക്കെ നിൽക്കുമ്പോ ലവിന്റെ ചിഹ്നം തേത്താ. ഏത് ഇതാ? അറേബ്യൻ ഒറിക്സ്. ഇതൊരു പുതിയ അറിവാണ് നമ്മളെ പ്രേക്ഷകർക്കും ഞങ്ങൾക്കും. പ്രേക്ഷകർക്ക് അറിയുന്നുണ്ടോ? നിനക്കറിയില്ല. ഇതതിന്റെ പെണ്ണാന്തോ? ഇത് പയ്യൊക്കെ ആടാൻ ഗായ്സ്. ഇവിടെ പറഞ്ഞൊരു വൈബ് ആലൊക്കെ വന്ന പോലെ ഉണ്ട് ഗൈസ്. നമുക്ക് ഒട്ടക ക്ഷണിച്ചിനാ. ലോകത്തിലെ ഏറ്റവും വലിയ മുട്ട ഉള്ളത്. ചേച്ചിനെ കുറച്ചിങ്ങോട്ടുന്ന മോളെ. അടാർക്കോ കഴിയുന്നില്ല. എന്തോ എന്തോ തൊണ്ട കുടിച്ച പാഞ്ഞിട്ട് വരുന്നുണ്ട്. പാഞ്ഞിട്ട് വരുമ്പോ എന്തോ പണിയുണ്ട് വന്നിട്ട്. ഒരു കോണയില പോയുന്നുണ്ട്. അയ്യോ തിന്നല്ലോ. ഇതാണ് യഥാർത്ഥത്തിൽ ആട് ജീവിതത്തിൽ അഭിനയിച്ച ആട്. ഇത് ജട പിടിച്ചിട്ട് ഇത് പൃഥ്വിരാജിനെ പോലെ തന്നെ ആയിട്ടാ നോക്കിയാ. ഇൻസൾട്ട് അല്ല, പൃഥ്വിരാജ് ഇങ്ങനെ ആയിന് നന്ന് കയ്യില്. നിങ്ങൾ ആട് ജീവിതം നോക്കിട്ടാ. ഞാൻ പിന്നെ പേരല്ല മുത്താണ്. ഏതോ മാളിലെ കയറി അതിന് മാത്രം ലിപ്സ്റ്റിക്ക്. നൂറാന്റെ അതേ ഷെയ്ഡാ. അല്ല ഇതിന്റെ ഒരു നടത്തന്നെ പാറ ഒരു കൊഞ്ചിട്ട് എടുക്കുന്നേ. സിംസിന് തന്നെ നടത്തം.
ബാക്കിലെ കൊണ്ടു നിൽക്ക്. ഇത് കുത്തൊക്കെടുക്കോ അടുത്തിന്. റാസിപ്പോ നിങ്ങക്ക് നെക്സ്റ്റ് മതിയല്ലേ? വേറെ ഇത് വേറെ നീല കളർ ചോന്ന കളർ കുഞ്ഞാ വേറെ ബാക്കിൽ വന്ന് അയ്യോ നിക്ക് 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 നോക്കി നിങ്ങ തരുവാ ആ ബൈൽ രണ്ട് നമുക്കൊന്നും തരാം. എന്നെ സ്ഥലം ഇല്ലടാ, സെന്റ് എടുക്കേണ്ട ഒരു ഞാൻ ഫസ്റ്റ് ചോദിച്ചതല്ലേ പമ്പസ് അയ്യോ നല്ല മജ്ജുണ്ടോ കാണാനിനെ. ആ മുടി പോലെ മുടി നല്ല ധൈര്യം ഉണ്ടായിരുന്നു. ഇതാ ഫുള്ള് മൂത്ര വീത്ത് നല്ല മൂത്രിച്ചിട്ടാണ് ഫിനിഷാ മൂത്രിച്ചിട്ടാണല്ലോ അത് ചിലപ്പോ തൂറാണ്ടാവും. നോ പ്രോബ്ലം. സാർ എല്ലാ ദിവസവും വരാം ടൈമാകുമ്പോ പേരിക്കും കുറച്ച് തൂറാണ്ടല്ലോ. അത് പറഞ്ഞില്ലെങ്കിൽ നമ്മൾ എടുക്കട്ടില്ലേ. ഇവിടെ വന്നിട്ടൊന്ന് പിരാന്ത് കിട്ടുന്നത് ഇവിടെ കുടുക്ക് നോക്കിയ ഇതെന്താ അറിയോ? കൊരങ്ങനല്ല, ആ പക്ഷി എടുത്തിട്ട് കൊത്തിട്ടു. ആ മോളത്തെ ഒരു കുടുക്കും പോയി ചെയിൻ എടുക്കുന്നുണ്ടായി ഫസ്റ്റ്. ഞാൻ ചെയിൻ എടുത്താന്ന് തോന്നുന്നു.
ഇത് സംഭവം ഇതെടുത്തേ. കൊറേ കൊടുക്കുന്നിനി ബാക്കിൽ കൊടുക്കുമ്പോ ഞാന് രണ്ട് ബട്ടൺ എടുത്തത്. അതാട്ടുന്നുണ്ട് ഗൈസ്. ബാ വാ. ആസിഫ് എങ്ങനെയുണ്ട് എടുത്ത? എങ്ങനെ വൈബ് എങ്ങനെയുണ്ട്? പ്രാന്തം വൈബല്ലേ ഇത്? നല്ലൊരു പ്രാന്തം സ്ഥലമാണ്. ചൂട് നല്ല അധികം സമയമുണ്ട്. നാലുണ്ടെങ്കിൽ ദേരാനായിട്ട് ചൂടുണ്ട് ഇവിടെ അല്ല. അത് ഇവിടെ രാത്രി തന്നെ ആവാ. രാത്രി തന്നെ വരാനുള്ള പറ്റിയ സ്ഥലം ഇത്. നല്ലൊരു പുള്ളർക്ക് പറ്റിയ സ്ഥലം. പുള്ളർക്ക് എന്തെല്ലാം കളിക്കുന്നതും അത് ഇതെന്തെല്ലാം ഉണ്ട്. എന്താ ഓൾക്ക് എനിക്ക് ഇഷ്ടപ്പെട്ടിനാണേ? ഇഷ്ടപ്പെട്ടിനാ കടാ? ഞാൻ ശരിയില്ല പുള്ളർക്ക് പറ്റിയ ഇതാ കടാ. നീ ഇവിടെ നിക്കണേ ചുക്കു? ഷിംസിന്റെ മേലില് കൊരങ്ങനെ മൂത്രിത്തിയ കവ്യല്ല. കുളിക്കണോ? കുളിക്കാതെ നേരല്ല. എന്നെ കുളിക്കണ്ടേ? ഒരു മിനിറ്റ്. ആസിയ കോണി തുടങ്ങിക്കോ. ഇത് റൊമാൻറ്റിക്, ഇത് ഡ്രാമാറ്റിക്. പോണ ഗൈസ്. അപ്പം നമ്മളെ സമയമായി. ഞാൻ കുറച്ച് നേരം വന്നിട്ട് ഭയങ്കര ചൂടെടുക്കുന്നവാ. ഇല്ല കുറച്ച് നേരം തിന്നിറാൻ. ചേച്ചി ഞാൻ മൂത്രത്തിയല്ലേ തയ്ക്കുന്ന നോക്ക്. എന്ത് പാർച്ചല്. അതിന്റെ തെറ്റെന്ത് ചെല്ലാനില്ല. കക്കൂസിലാന്ന് മൂത്രത്തി അത്ര. കക്കൂസില് മൂത്രത്തി. അതിന്റെ തെറ്റെന്ത്? അതിന്റെ ഈന തയ്ക്കുന്നുണ്ട്. അയ്യോ പാമ്പാണ്. എനിക്ക് ഇത്ര ഡിമാൻഡാ? എനിക്ക് ഇത്ര ഡിമാൻഡാ? ഈനൊന്നും പേടിയില്ല. ബാക്കിയെല്ലാം പോന്നെ ഇവിടുന്ന് पूरा थक गया भाई, पूरा थक गया. हाँ हिंदी में बात करो बोल रहा था. अभी बात करेगा क्योंकि है ना हमारा मुश्किल है. हमारा बहुत मुश्किल आ गया इधर आके. മറ്റേ ബംഗാളികൾ ഹിന്ദി ചെല്ലുന്ന പോലെ ചെല്ലാൻ നോക്കുന്നേ. മാത്രം നേരെ ഇന്ത്യ തന്നെ ചെല്ലാറില്ല. അതിൻ്റെ അടുക്ക് പിന്നെ ബംഗാളി ചെല്ലുന്നവരാക്കുന്നേ. ഗൈസ് നമ്മ ഇവിടുന്ന് ഫിനിക്സ് വിടുന്നുണ്ട്. ഒരു ബസ് സംഭവം എന്താ വെച്ചിട്ടില്ല, ഭയങ്കര ചൂട്. അതാണ് നമ്മളെ ഏറ്റവും കോലം ചേഞ്ച് ആയി. അപ്പൊ നല്ല തണുപ്പ് സമയത്തല്ലേ പറഞ്ഞു തോന്നി. നല്ലൊരു മജ ഉണ്ടാവും രാത്രി. കുറെ എന്തെല്ലോ അത് പറഞ്ഞത് രാത്രിയാവാ. രാത്രിയാണ് പറഞ്ഞത്. ഇതിന്റെ ഒരു മജ കിട്ടണമെങ്കിൽ രാത്രി പറഞ്ഞു. എന്തൊക്കെ തോന്നാറ്റോ പറയാം. അങ്ങനെ ഫുഡിന് വേണ്ടി വെയിറ്റ് ആക്കിയാണ് ഗൈസ്. അങ്ങനെ ഫുഡ് എത്തിനവാ. പൊറോട്ട കണ്ടിട്ട് ആസ്വദിക്കുന്നുണ്ട്. കപ്പയാ എടുക്കുന്നല്ലേ ഫുഡ് തിന്ന് പ്രാന്തനല്ല. ചിക്കൻ ഇല്ല. ചിക്കൻ്റെ ഇതൊരു മജയില്ല. പിന്നെ ആ കപ്പ എന്തോ വെച്ചാലേ കപ്പ പ്രാന്തം കപ്പ ചില്ലിക്കറി മജ ഉണ്ട്. അത് നോർമല് മട്ടനല്ലേ? സോറി ബീഫും കപ്പും നല്ല പ്രാന്തന്. മട്ടന് ചിക്കനും മട്ടനും അറിയാം. അത് ഈ പൊട്ടന് നോ പ്രോബ്ലം. യാരിത് ഇതല്ല ഗൈസ്. അപ്പോൾ അമ്മ പൊരുക്കെത്തി. ഇന്നും എന്നത്തെ പോലെ ഇന്നും ഫുൾ ടയർഡായി. ഇപ്പോൾ ഇവിടെ എത്തി, റൂമിലെത്തി. പിന്നെ ഫുഡെല്ലാം കഴിച്ചിട്ട് മെല്ലെ റഷീച്ചാണോട് സലാം പറഞ്ഞിട്ട് അമ്മ മെല്ലെ വന്നിട്ട് റൂമിലുണ്ട്. ഓക്കെ, അപ്പോൾ വേറൊരു വീഡിയോ ഞങ്ങൾ വീഡിയോ വരുന്നതാണ്. ഓക്കെ, ബൈ ബൈ.